welcome back to another video, guys. Guys, ഞാൻ ഇന്നിട്ടിരിക്കുന്നത് പുതിയ ടീഷർട്ടാണ്. ഞാൻ ഇന്നിട്ടിരിക്കുന്നത് പുതിയ ടീഷർട്ടാണ്. ആർട്ടിസ്റ്റിക് നമ്മൾ ഇന്നലെ പോയപ്പോൾ ബ്രോഡ്വേ എടുക്കുകയാണ്. ആർട്ടിസ്റ്റിക് അത് തിരിച്ചല്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ, സോ ഇന്ന് നമ്മള് പോവാൻ പോകുന്നത് എവിടെയാണ്? വൈറ്റിലയിലുള്ള വെൽകെയർ ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നത്. ലക്ഷ്മി ആരുമില്ലാണ്ട് അത് ഇവിടെ നിർത്തില്ല, നന്നാക്കാൻ പോണം. ആളില്ലാത്ത വണ്ടിയാണെങ്കിൽ കാരണം അവിടുന്ന് എന്തായാലും കയറും വണ്ടിയിൽ. അതെ, അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോണത് വെൽകെയർ ഹോസ്പിറ്റലിൽ നമുക്കുള്ള ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര കോമഡിയാണ്. സോ നമ്മൾ ഇന്ന് പോകാൻ പോണത് അപ്പൊ എവിടെയാണ്? വെൽകെയർ ഹോസ്പിറ്റലിലാണ്. എന്റെ വായ കാണിക്കാൻ പോവാണ് ഫൈനലി. യെസ്, ഈ വായ്ക്ക് ഒരു തീരുമാനമാക്കാനായിട്ട് അങ്ങോട്ട് പോവാൻ. അവിടുത്തെ വെൽകെയർ ഹോസ്പിറ്റലിലായി പറഞ്ഞു ഇവിടുത്തെ വെൽകെയറിലേക്ക് പോവാൻ. അപ്പൊ നമ്മള് ഇവിടുത്തെ വെൽകെയറിലേക്ക് പോയിട്ട് നല്ല നട്ടുച്ച വെയിലത്താണ് പോകുന്നത്. ഞങ്ങള് നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നേക്കാണ്. ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഓ മൈ ഗോഡ് ഗൈസ്, വൈറ്റില തളയ്ക്കുകയാണ് ഗൈസ്. വളച്ചില കളച്ചോ. ഒരു കൊടയുണ്ട്, 3 പേരും കൂടി പെട്ട കൂടി നടക്കുകയാണ്. നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടന്ന് അതെ അപ്പുറത്തെ ജില്ലയിലെത്തി ഗൈസ്. ഹോസ്പിറ്റൽ, പക്ഷെ ഇത് കണ്ടിട്ട് തിയേറ്റർ പോലെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് വെൽകെയർ ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വേറൊരു കൗണ്ടറിൽ വന്നേക്കുവാണ് കേട്ടോ ഗായ്സ്. ഈ ഹോസ്പിറ്റൽ ഭയങ്കര വിജൃംഭിച്ച ഹോസ്പിറ്റലാണ്, നല്ല പോലെ. ഈ ഹോസ്പിറ്റലിൽ ഒരു കഫറ്റേരിയ ഉണ്ട്, അവിടെ ഒന്ന് കയറണം, എക്സ്പ്ലോർ ചെയ്യണം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഡോക്ടർ ഇരിക്കണം, നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അല്ല, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ട് വേറൊരു റിസപ്ഷനിലും കൂടി കാണിക്കണം. ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കയറി കണ്ട കാലുകൾ നമുക്ക് അവളുടെ കാല് കാണാം. നടന്ന് വരുവാണെന്ന് തോന്നുന്നത്. അവൾക്ക് മെഡിസിൻ ഉണ്ട്, അവൾ കാര്യമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അവളെ. നമുക്ക് ചോദിക്കാം, പക്ഷെ അതിന് മുമ്പ് മരുന്ന് മേടിക്കാം. നമ്മൾ മരുന്ന് മേടിക്കാൻ കാലുകൾ വെച്ച് നടന്നാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ട്. ടോക്കൺ എടുക്കണത് എവിടുന്നാണ്? നമുക്ക് ടോക്കൺ കിട്ടി. ഗായ്സ്, ഞങ്ങൾ പേടിച്ചു പോയി ടോക്കൺ വന്നപ്പോൾ. എന്താണെന്ന് അറിയില്ലായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളവിടെ ചെന്ന് ആദ്യമേ ഡിസ്പെൻസിങ്ങിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, നമ്മുടെ ഒന്നും തന്നില്ല. ചെന്നപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബില്ലിങ് ചെയ്യാൻ. ബില്ലിങ് ചെയ്യണ കൗണ്ടറിൽ പോയപ്പോഴേക്കും അവർ പറഞ്ഞു ടോക്കൺ എടുക്കണം. അപ്പോൾ ടോക്കൺ കൗണ്ടറിൽ ആരുമില്ല. അവർ പറഞ്ഞു ആ സ്ക്രീനിൽ തൊട്ടാൽ മതി. വലിയ സ്ക്രീനിൽ തൊട്ടപ്പോൾ ചെറിയ സ്ക്രീൻ. ഞാൻ വലിയ സ്ക്രീനിൽ ചെറിയ സ്ക്രീനിൽ തൊട്ടപ്പോൾ എനിക്ക് എന്നൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഇത് വന്നതാണ് നമ്മുടെ ടോക്കൺ നമ്പർ 172. അപ്പോൾ ടോക്കൺ കിട്ടി. ഇനി അവരെ വിളിക്കാൻ കാത്തിരിക്കണം. നമ്മുടെ 172 ടോക്കൺ.
ബില്ലിംഗ് 2, നമ്മൾ ബില്ലിംഗ് 4 എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരെ അങ്ങോട്ട് പോയി. യെസ്, അവരുടെ പേരൊക്കെ വിളിച്ചു. നമ്മളോട് വീണ്ടും ഇരിക്കാൻ പറഞ്ഞു. ഇനിയും ടോക്കൺ വിളിക്കുന്നു. അപ്പോൾ ടോക്കണിൽ ബില്ലിംഗ് 4 ചെയ്തു. അത് നമ്മൾ നോക്കിയില്ല. നമ്മൾ വീണ്ടും ചേച്ചി നമ്മൾ ഓടിച്ചിട്ടു. ഓ, അവിടെ എഴുതിയിട്ടുണ്ടല്ലേ ബില്ലിംഗ് 4. നേരെ എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകണം. ഹോസ്പിറ്റൽ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ മാറുന്നതായിരിക്കും. അവന് എന്തോ വീഴാൻ പോയപ്പോഴത്തേക്കും കയറി പിടിച്ചതാണ്. പക്ഷെ പെട്ടെന്ന് പിടിച്ചപ്പോഴത്തേക്കും നമ്മൾ കയറി വലിക്കുകയും ചെയ്തു. അപ്പോൾ ഇച്ചിരി കയ്യിൽ ചെറിയ പോറിൽ വന്നു. എന്നിട്ട് അതിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ നടക്കുമായിരുന്നു. ഇപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്തല്ല, എടുത്തതിൻ്റെ തൊട്ട് കുറച്ചിങ്ങനെ 2 സെൻറ്റിമീറ്റർ താഴെയായിട്ട് ഇങ്ങനെ എന്തോ കുത്തിയ പോലെ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇവിടെ അല്ലേ കുത്തിയേ? ഇത് കുത്തിയത്, പക്ഷെ ഇവിടെയാണ് അതിൻ്റെ ഇത് വന്നേക്കണം. അപ്പോൾ അത് നമുക്ക് മരുന്ന് കിട്ടി ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. ആൻറ്റിബയോട്ടിക് ഉണ്ട്, വേറെ എന്തോരം മരുന്നുണ്ട്, കഴിക്കണം 5 ഡേയ്സിലേക്ക്. കഴിച്ച് ഞാൻ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എത്ര വയസ്സായി. ഡോക്ടറാണ് ഇച്ചിരി ഫാസ്റ്റാണ് സംസാരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഫാസ്റ്റായിട്ട് സംസാരിക്കും. ഡോക്ടറിനെ പിടിച്ചു ഞാനൊരൊറ്റ കരച്ചിൽ കയറുന്നു ഗൈസ്. ഡോക്ടർ ഇടക്കിടക്ക് വായ തുറക്കണം ഇതുപോലെ വലിച്ചു. അപ്പം ഞാൻ പോലെ സഡനായിട്ട് ഏറ്റവും വലിയ മനുഷ്യൻ 2 സൈഡ്. ഞാനത് ഇങ്ങനെ ആലോചിച്ചായിരുന്നു. മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷനൊക്കെ സിനിമയിൽ, അല്ല പ്രേതങ്ങളുടെ സിനിമയിൽ, അതുപോലെ ഇങ്ങനെ ആലോചിച്ച് പുള്ളി ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കണതൊക്കെ അതേപോലെ തന്നെ നടന്നത്. ഞാൻ പറയട്ടെ ഒരു കാര്യം, നമ്മളെപ്പോഴും വെൽക്കെയറിലാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെൽക്കെയർ സ്റ്റാർട്ട് ചെയ്ത് കാഞ്ഞിരമറ്റത്ത് വെൽക്കെയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് പേഷ്യൻ്റായിട്ട് വന്നത് എൻ്റെ മൂത്തുമ്മയായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അന്ന് അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഫാർമസി മെഡിസിൻ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചൊക്കെ വിട്ടാൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉദ്ഘാടന സമയത്താണ് പോയത്. അതുകൊണ്ട് നമുക്കിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരില്ല. കുടുംബം മൊത്തം വെൽക്കെയറിലാണ്. ദിസ് ഈസ് നോട്ട് എ മാൾ. ഇത് തുറക്കൂലേ? തുറന്നില്ലെങ്കിൽ ചമ്മു. തുറന്ന് ഞങ്ങൾ അപ്പുറത്തെ വഴിയാണ് പോയത് ഗൈസ്. ഇത് തുറക്കൂലെന്ന് വിചാരിച്ചു. അടുത്താന്ന് പറഞ്ഞ് നടന്ന് നോക്കുമ്പോൾ ഇളംകുളമൊക്കെ അങ്ങ് കിടക്കണം. അടുത്ത ജില്ലയിലാണ്. മരിച്ചു പോയതിന് പിന്നെ ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നത്. ഗൈസ് ഉച്ചക്ക് 2 മണിക്ക് നമുക്ക് ഷവർമ്മ കിട്ടി ഗൈസ്. ഉച്ചക്ക് 2 മണിക്ക് നമുക്കിപ്പോ ഒരു ചെറിയ സാധനം ഉണ്ട്. നല്ല വില. നമ്മളിത് ഏതാ കടവന്തര മെട്രോ അല്ലേ? കടവന്തര. 4 മണിവരെ നമ്മുടെ ഡോക്ടറുള്ളൂ കടാശ്ശേരിയിൽ. അവിടെ എത്തോന്നറിയില്ല സമയത്തിന്. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓടിപ്പോവാൻ ഗൈസ്. വരൂ, ഓടിപ്പോവാ. ഓടടി, ഇതാണ് നിന്റെ ഓട്ടം. ഹോസ്പിറ്റലെത്തി. 4 മണിക്ക് അവർ അടച്ചു പോകും. നമ്മളത് കാരണം പറക്കുവാണ്. നമ്മളിവിടെ പ്രിവെൻറ്റീവ് ക്ലിനിക്കിൻ്റെ അടുത്താണ്. അമ്മയെന്നൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു നാരങ്ങവെള്ളം കുടിക്കാൻ. ഉമ്മച്ചിയുടെ വിഷബാധയുടെ ഇഞ്ചക്ഷൻ എടുക്കാം. ഉമ്മച്ചിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നല്ല, ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് അലർജി വന്നു. അതിന് വേറെ ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. ഇഞ്ചക്ഷനോട് ഇഞ്ചക്ഷൻ. ആ മേൽ മുഴുവൻ ഓട്ടയാണ്. അങ്ങനെ ഇന്നത്തെ ഹോസ്പിറ്റൽ യാത്ര കഴിഞ്ഞിരിക്കുന്നു.
മച്ചിനെ വീണ്ടും കുത്തി വെച്ചു. സെഡേഷനൊക്കെ ഉണ്ട് കണ്ട മയങ്ങിയിരിക്കുന്നു കാണിച്ചേ. ബൈഡി ബൈഡി അവളിപ്പോ തലറങ്ങി വീഴൂടി കണ്ട ഭ്രാന്തിയായി മാറി. എന്തായാലും ചാർജ് ഇല്ല. സോ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെ ഫോണിലെ ചാർജും ഇല്ല. സോ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം ഇനിയുള്ള ചാർജ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. സോ ബൈ ഗൈസ്, സീ യു ടുമോറോ.